എന്താ പ്രകാശ് ഏട്ടാ ഇത്? ഒന്നുമില്ല. എന്താ ഇത് പ്രകാശ് ഏട്ടാ? ഒരു കുഴപ്പമില്ലാന്ന്. പ്രകാശ് ഏട്ടാ, നീ കാണിച്ചിരിക്കണേ. നീ വിട്ടെ. പേടിക്കണ്ട, ഞാൻ മരിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ പിന്നെ എന്ത് മരിക്കാനാ? എന്ത് പ്രകാശ് ഏട്ടാ ഇങ്ങനെ? നീ അത് അവിടുന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ മരിച്ചില്ലേ? പ്രകാശ് ഏട്ടാ, എന്റെ ദേഷ്യമൊക്കെ എനിക്ക് എന്നോടല്ലേ തീർക്കാൻ പറ്റും. എന്തൊക്കെയാ പ്രകാശ് ഏട്ടാ പറയണേ? കാലുമ്പോ മുറിയും. എനിക്ക് വാ, ബ്ലീഡിംഗ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോവാ. വാ, നീക്ക്. വേണ്ട, എന്റെ ആവശ്യമില്ല. നീക്ക് നീ ഇവിടെ പ്രകാശ് ഇരിക്ക്. ഏട്ടാ. വാ. പിന്നെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ നോക്കിക്കോ, ഞാനായിട്ട് ഒന്നിനൊരു തടസ്സം ഉണ്ടാവില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിക്കോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല പ്രകാശ് ഏട്ടാ. പിരിയാന്ന് പറഞ്ഞാ പിരിയാൻ തന്നെയാണ്. ഒന്നാമത് ഞാനിവിടെ വന്ന് നിൽക്കാനേ പാടില്ല. എന്തൊക്കെ പ്രകാശ് ഏട്ടാ പറയണേ? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ജോലി, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും സെറ്റാവില്ല. ഞാനേ ഈ ലോക്കൽ സെറ്റപ്പിൽ വളർന്നവനല്ലേ. പ്രകാശ് ഏട്ടാ പ്ലീസ്, മനസ്സിലൂടെ വിചാരിക്കുന്ന കാര്യങ്ങളാ. അതെ, അതൊന്നും കുഴപ്പമില്ല. നീ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു കേട്ടോ. പിന്നെ പേടിക്കൊന്നും വേണ്ട, ചെറിയ മുറിവാണ്, ഒരു കുഴപ്പമില്ല. ഒന്നും സംഭവിക്കില്ല. ഈ ആ മാഗസിൻ ഒന്ന് എടുത്താ. ഞാൻ എടുക്കാം. കാലില് മുറിയാവും. ഈ ഇവിടെ ഇരിക്കും. അമ്മായിനെയും പ്രിയച്ചനെയൊക്കെ എത്ര ഇഷ്ടമായിരുന്നു അറിയോ? അവരങ്ങനെ പറഞ്ഞപ്പോ സത്യമായിട്ട് വിഷമായി. അത് ഞാൻ അങ്ങനെ സോറി. ഞാൻ കൊണ്ട് കളയാം. ഈ അവിടെ ഇരിക്കും. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്ര ദിവസമായി. ഈ എന്നോടത് പറഞ്ഞോ? നാട്ടിൽ നിന്ന് പറഞ്ഞോ? അതുമില്ല. ഞാനല്ലേ എന്നെ കിട്ടിയത് അല്ലേ? ആ, ഈ ഇരിക്കി. സോറി. ആ, അപ്പം അതാണ്. ഇതൊന്നിപ്പോൾ ഞാനെന്താ മനസ്സിലാക്കണ്ടേ?
ഇത് പണക്കും പ്രശ്നമാണല്ലേ? ഏ